എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസർ ട്രീറ്റ്മെൻറ്റും സിദ്ധ സിസ്റ്റം എന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ്, ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിലേക്ക് ഇന്ന് എത്തിയിട്ടുള്ളത് ഡോക്ടർ അബുൽ മോഹൻ ഡോക്ടറാണ്. ഇപ്പോൾ അദ്ദേഹം പെരിങ്ങമല ആയുഷ് സിദ്ധ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലിൻ്റെ അംഗവും കൂടെയാണ്. ഹായ് ഡോക്ടർ. ഫസ്റ്റ് ചോദ്യം എന്ന് വെച്ചാൽ, നമുക്ക് ഏത് തരം ക്യാൻസറുകൾക്കാണ് നമുക്ക് സിദ്ധവൈദ്യത്തിൽ ഫലപ്രദമായ ട്രീറ്റ്മെൻറ്റ് കിട്ടാനുള്ളത്? അതിനെക്കുറിച്ചിട്ടൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാമോ? എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഈ ഏത് തരത്തിലുള്ള ക്യാൻസർ രോഗത്തിനാണ് സിദ്ധ ചികിത്സയിൽ ഫലപ്രദമായിട്ട് ചികിത്സയുള്ളത് എന്നുള്ള ഒരു ചോദ്യമാണല്ലോ നമ്മൾ ചോദിച്ചത്. അപ്പോൾ ആ ഒരു ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പായിട്ട് ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തിൻ്റെ ഒരു വിവിധ തരത്തിലുള്ള പെർസ്പെക്റ്റീവിനെ കുറിച്ച് പറയേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ ആദ്യം കരുതുന്നത്. അപ്പോൾ ക്യാൻസർ എന്നുള്ളൊരു രോഗം നമുക്കറിയാം, നമ്മുടെ ശരീരത്തിലെ സെൽസിൻ്റെ മ്യൂട്ടേഷൻ സംഭവിക്കുന്നത് മൂലം ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട്, പല കാരണങ്ങൾ കൊണ്ട് ശരീരത്തിലുള്ള സെൽസിൻ്റെ ചില ഭാഗങ്ങളിലുള്ള സെൽസിന് മ്യൂട്ടേഷൻ സംഭവിക്കുമ്പോൾ അവിടെ ക്യാൻസർ എന്നൊരവസ്ഥയിലേക്ക് ആ ഒരു സെൽസ് എത്തിച്ചേരുന്നു, അല്ലെങ്കിൽ ആ ടിഷ്യൂസ് എത്തിച്ചേരുന്നതുകൊണ്ടാണ് ക്യാൻസർ സംഭവിക്കുന്നതെന്നുള്ളത് അറിയാം. അപ്പോൾ ഈ ക്യാൻസറിനെ പല രീതിയിൽ അപ്രോച്ച് ചെയ്യാറുണ്ട്. ക്യാൻസർ ഒരു ജീവിതശൈലി രോഗമായിട്ട് പലപ്പോഴും പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ കണ്ടുവരാറുണ്ട്. ക്യാൻസർ ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസായിട്ട്, പ്രത്യേകിച്ചും HPV വൈറസ് പോലെയോ അല്ലെങ്കിൽ H. പൈലോറി ബാക്ടീരിയ കൊണ്ടൊക്കെയുള്ള ഇൻഫെക്ഷൻസ് കൊണ്ട് ക്യാൻസർ വരുന്നതായിട്ട് പലപ്പോഴും കരുതാറുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പെർസ്പെക്റ്റീവ് ക്യാൻസറിനുണ്ട് എന്ന് കരുതാം. പലതരത്തിലുള്ള ട്രോമ, അത് മെൻ്റലായിട്ടുള്ള ഒരു ട്രോമ കൊണ്ടോ അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള ഒരു ട്രോമ കൊണ്ടോ ഒക്കെ ക്യാൻസർ അല്ലെങ്കിൽ ക്യാൻസറിന് കാരണമാവുന്നു എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയെ, നമ്മുടെ ഇമ്മ്യൂണോ മോഡുലേറ്ററി അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഇമ്മ്യൂണോ മോഡുലേറ്ററി ഇഫക്റ്റ് ഉള്ള രീതിയിലാണ് ക്യാൻസറിനെ ചികിത്സിക്കേണ്ടത് എന്നുള്ള ഒരു പെർസ്പെക്റ്റീവ് കൂടി ക്യാൻസറിനുണ്ട് എന്നുള്ളത് ഇവിടെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അപ്പം ക്യാൻസർ എത്തരത്തിലാണ് സിദ്ധ ചികിത്സയിൽ ചികിത്സിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യത്തിലേക്ക് വരുമ്പോൾ എനിക്ക് പ്രധാനമായിട്ടും തോന്നുന്നത്, ജനറലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇമ്മ്യൂണോ മോഡുലേറ്ററി ഇഫക്റ്റ് അല്ലെങ്കിൽ ഇമ്മ്യൂണോ മോഡുലേറ്ററി ആയിട്ടുള്ള ഒരു തെറാപ്പി എന്നുള്ള തരത്തിലാണ് സിദ്ധ ചികിത്സയിൽ ക്യാൻസറിനെ കാണേണ്ടതും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചികിത്സയാണ് ഫലപ്രദമായിട്ട് കണ്ടു വരാറുള്ളതും. സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ചികിത്സയും അതിനൊപ്പം തന്നെ തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളത് പറയേണ്ടതായിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒരു പ്രത്യേക അവയവത്തിന്, ഇപ്പോൾ വായിലുണ്ടാകുന്ന ക്യാൻസറിന്, അതല്ല ലങ്സിലുണ്ടാകുന്ന ഒരു ക്യാൻസർ, അല്ലെങ്കിൽ പിന്നെ ലിവറിലുണ്ടാകുന്ന ഒരു ക്യാൻസർ, അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള ക്യാൻസറിന് സ്പെസിഫിക് ആയിട്ടുള്ള മെഡിസിൻസും, അത് ടാർഗറ്റഡ് ആയിട്ടുള്ള മെഡിസിൻസും തീർച്ചയായിട്ടും സിദ്ധയിലുണ്ട്. പക്ഷേ ജനറലായിട്ടും ഈ ഒരു രീതിയിൽ ഒരു ഇമ്മ്യൂണോ മോഡുലേറ്ററി തെറാപ്പി എന്നുള്ള തരത്തിൽ സിദ്ധ ചികിത്സയിൽ ക്യാൻസറിനെ കാണുന്നതായിരിക്കും കുറച്ചുകൂടെ ഉപകാരപ്രദമാവുക. അതോടൊപ്പം തന്നെ അതൊരു കോംപ്ലിമെൻ്ററി ആയിട്ടും ഈ മൂന്ന് രീതിയിൽ, കോംപ്ലിമെൻ്ററി എന്ന് പറയുമ്പോൾ നമുക്കിപ്പം കൺവെൻഷണൽ ആയിട്ടുള്ള തെറാപ്പീസ് ക്യാൻസറിന് അവൈലബിൾ ആണല്ലോ. ഇപ്പോൾ റേഡിയേഷൻ തെറാപ്പി ആണെങ്കിലും കീമോതെറാപ്പി ആണെങ്കിലും ഒക്കെ കഴിഞ്ഞ, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ അവരുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള ഔഷധങ്ങളെ സിദ്ധ ചികിത്സയിൽ ഫലപ്രദമായിട്ട് ക്യാൻസറിന് കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള രീതിയിൽ അതിനെ സിദ്ധ ചികിത്സയിൽ ക്യാൻസറിനെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ തെറാപ്യൂട്ടിക് ആയിട്ടുള്ള, നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഒരു ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു സെൽസിനെ ആക്ട് ചെയ്യുന്ന തരത്തിൽ സിദ്ധ ചികിത്സയിലും മെഡിസിൻസിന് ക്യാൻസറിന് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും ഏറ്റവും ഫലപ്രദമായിട്ടും ഏറ്റവും ആധികാരികമായിട്ടും സിദ്ധയിൽ ചെയ്യാൻ സാധിക്കുന്നത് ഒരു ഇമ്മ്യൂണോ മോഡുലേറ്ററി തെറാപ്പി എന്നുള്ള തരത്തിൽ സിദ്ധ ചികിത്സയുടെ വിവിധ ഔഷധങ്ങൾക്ക് വളരെയധികം പ്രസക്തി ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഏതൊക്കെ തരത്തിലാണ് നമുക്ക് സിദ്ധ സിസ്റ്റത്തിൽ നമുക്ക് ക്യാൻസറിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും? അതിനെക്കുറിച്ചിട്ടൊന്ന് പറയാമോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 3 മൊഡാലിറ്റിയിൽ സിദ്ധ ചികിത്സയിൽ ക്യാൻസറിനെ ട്രീറ്റ് ചെയ്യാറുണ്ട്. പൊതുവേ സിദ്ധയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മെഡിസിൻസിൻ്റെ ഒരു ആക്ഷൻ എന്നുള്ള തലത്തിൽ നമുക്ക് ടാർഗറ്റഡ് ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ചില പ്രത്യേകതര ഔഷധങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം, ഇപ്പം ഏറ്റവും ചിരപരിചിതമായിട്ട് നമ്മളെല്ലാം യൂസ് ചെയ്ത് വരാറുള്ള കഷായങ്ങളുണ്ട്, അല്ലെങ്കിൽ പിന്നെ ചൂർണങ്ങളുണ്ട്, ലേഹ്യങ്ങളുണ്ട്. സിദ്ധയിൽ മാത്രം അനുവർത്തിച്ച് വരാനുള്ള ചില പ്രത്യേകതരം ഭസ്മസിന്ദൂര പ്രയോഗങ്ങൾ, പർപ്പങ്ങൾ എന്ന് സിദ്ധയിൽ പറയാറുണ്ട്. അത്തരത്തിലുള്ള ഔഷധങ്ങളുണ്ട്. തീർച്ചയായിട്ടും പല തരത്തിലുള്ള ഔഷധ പ്രയോഗങ്ങൾ സിദ്ധയിലുണ്ട്. അത് യൂസ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 3 മൊഡാലിറ്റിയിൽ, പ്രത്യേകിച്ചും ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ, ടാർഗറ്റഡ് ആയിട്ട് ഇന്ന ഒരു കണ്ടീഷനിൽ, ഇപ്പോൾ തൈറോയിഡിലുണ്ടാകുന്ന ഒരു ക്യാൻസർ, അതിൻ്റെ സെക്കൻഡറീസ് ഇപ്പോൾ ബ്രെയിനിലോട്ട് മാറി അല്ലെങ്കിൽ ലങ്സിലോട്ട് പോയി എന്നൊക്കെ പറയുന്ന ഒരു കണ്ടീഷനിൽ തീർച്ചയായിട്ടും അതിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട്
കൊടുക്കുന്ന ഒരു രീതിയാണ് മെഡിസിൻസിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും ഉള്ളത്. അപ്പോൾ തെറാപ്യൂട്ടിക്കായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മെഡിസിൻസിന് അനുപാനം എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം ചികിത്സാ രീതി. ഇപ്പോൾ ഒരു ഔഷധം തന്നെ നമ്മളിപ്പം ഒരു പ്രത്യേക അവയവത്തിലുണ്ടാകുന്ന രോഗത്തെ ചികിത്സിക്കുന്നതിന് ഒരേ ഔഷധം തന്നെ ഇപ്പം നമ്മൾ കൊടുക്കുന്ന ഇപ്പോൾ ഒരു എക്സാമ്പിളിന് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗോൾഡ് എന്ന് പറയുന്ന ഒരു പ്രിപ്പറേഷൻ, ഗോൾഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ തങ്കം എന്ന് പറയുന്ന ഒരു പ്രിപ്പറേഷനെ അത് വളരെ പല തരത്തിലുള്ള ഔഷധ സസ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും അതിനെ സ്ഫുട പ്രക്രിയകൾക്ക് വിധേയമാക്കിക്കൊണ്ടും അതിനെ ഒരു ഭസ്മ രൂപത്തിലേക്ക്, ഒരു നാനോ കണത്തിൻ്റെ അളവിലേക്ക് പഠനങ്ങൾക്ക് വിധേയമാക്കുമ്പോൾ അത്തരത്തിലുള്ള കണങ്ങളുടെ ഒരു അവസ്ഥയിലേക്ക് അതിനെ എത്തിച്ചുകൊണ്ട് തങ്കപർപ്പം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒരു മെഡിസിനാണ് തങ്കപർപ്പം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു പ്രിപ്പറേഷനാണ് പൂർണ്ണയന്ത്രം എന്ന് പറയുന്നത്. ഈ ഔഷധത്തെ നമുക്കിപ്പോൾ ബ്രെയിനിലുണ്ടാകുന്ന ഒരു ക്യാൻസറിനാണ് നമുക്കത് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ പല തരത്തിലുള്ള അല്ലെങ്കിൽ നെയ്യ് പോലുള്ള പ്രിപ്പറേഷൻസ് അവൈലബിൾ ആണ്. ആ നെയ്യ് പോലുള്ള പ്രിപ്പറേഷൻസിലായിരിക്കും ഒരു പക്ഷേ ആ മെഡിസിൻ അത് ബ്രെയിനിലെത്തിക്കുന്നതിന് ആക്ട് ചെയ്യുക. അതൊരു വാഹനം എന്നാണ് നമ്മൾ പറയുക. ആ ഒരു വാഹനം എന്നുള്ള രീതിയിൽ കൊടുക്കുന്ന നെയ്യായിരിക്കും. ഈ മെഡിസിൻ തന്നെ ലങ്സിലുണ്ടാകുന്ന ഒരു അസുഖത്തിനാണ് നമ്മൾ ഈ മെഡിസിൻ കൊടുക്കേണ്ടത് എന്നുള്ളതെങ്കിൽ ചിലപ്പോൾ അത് ഹണിയായിരിക്കും അതിൻ്റെ അനുപാനമായിട്ട് വരിക. ഇത്തരത്തിൽ അനുപാനം മാറ്റിക്കൊണ്ട് ഒരേ ഔഷധം തന്നെ പലതരത്തിലുള്ള രോഗങ്ങൾക്ക് അല്ലെങ്കിൽ പല അവയവങ്ങളിലുണ്ടാകുന്ന, പല ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ടാകുന്ന രോഗങ്ങൾക്ക് അത്തരത്തിൽ അനുപാനം മാറ്റിക്കൊണ്ട് ഒരേ ഔഷധങ്ങൾ തന്നെ കൊടുക്കുന്ന ഒരു ചികിത്സാ രീതി അല്ലെങ്കിൽ ചികിത്സയിൽ അനുവർത്തിച്ച് വരുന്ന ഒരു പ്രത്യേകതരം മൊഡാലിറ്റിയാണ് അനുപാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, തെറാപ്യൂട്ടിക് എന്ന് പറയുന്ന ഒരു രീതിയിൽ സിദ്ധ ചികിത്സയിൽ എങ്ങനെയാണ് രോഗങ്ങൾക്ക് ഔഷധങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. അതിന് ചില കണ്ടീഷനിൽ അതിൻ്റേതായിട്ടുള്ള അപഥ്യങ്ങളുണ്ട്, ആഹാരവിഹാരങ്ങളുണ്ട്. അതൊക്കെ ശ്രദ്ധിച്ച് തന്നെ അതിൻ്റേതായിട്ടുള്ള ഡോസിലും അതിൻ്റേതായിട്ടുള്ള കാലഘട്ടത്തിലും കൊടുക്കേണ്ടതായിട്ടുള്ള അതിന് മറുപഥ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് സൂക്ഷിച്ചുകൊണ്ട് കൊടുക്കേണ്ടതായിട്ടുള്ള ഔഷധങ്ങളാണ് പ്രത്യേകിച്ചും തെറാപ്പറ്റിക് ആയിട്ടുള്ള അവസ്ഥയിൽ കൊടുക്കുന്ന ഔഷധങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞു അതുകൂടാതെ ഏറ്റവും പ്രധാനമായിട്ടും ഒരു ഇമ്മ്യൂണോ മോഡുലേറ്ററി തെറാപ്പി എന്നുള്ള രീതിയിലാണ് സിദ്ധയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രസക്തി എന്നുള്ളത്. അത് പൊതുവേ കണ്ടുവരുന്നത് നമുക്കിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കൺവെൻഷണൽ ആയിട്ടുള്ള തെറാപ്പീസ് ചെയ്യുന്നതോടൊപ്പം ഇപ്പം കീമോതെറാപ്പിയോ റേഡിയേഷനൊക്കെ ചെയ്യുന്ന ആളുകളിൽ തന്നെ അവരുടെ ആരോഗ്യത്തെ വർദ്ധിപ്പിച്ചുകൊണ്ട് അല്ലെ അവരെ സ്റ്റേബിളാക്കിക്കൊണ്ട് ആ തെറാപ്പീസിൻ്റെ ഫലസിദ്ധി എത്രയെങ്കിലും മടങ്ങ് വർദ്ധിപ്പിക്കുന്നതിന് തീർച്ചയായിട്ടും കഴിയുന്ന ഒരു പ്രത്യേകതരം രീതി കൂടിയാണ് പ്രത്യേകിച്ചും ഇമ്മ്യൂണോ മോഡുലേറ്ററി തെറാപ്പി എന്നുള്ള രീതിയിൽ സിദ്ധ ചികിത്സയെ അനുവദിച്ചിരുന്നത്. അതിൽ പൊതുവേ ഈ പറയുന്ന പോലെ പ്രിപ്പറേഷൻസ് കൂടാതെ മിനറൽസ് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രിപ്പറേഷൻസ് ഉണ്ട്. പലതരത്തിലുള്ള ഔഷധ സസ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന പ്രത്യേകങ്ങളായിട്ടുള്ള മെഡിസിൻസ് കൊടുക്കാറുണ്ട്. ഇതുകൂടാതെ തന്നെ കോംപ്ലിമെൻ്ററി ആയിട്ട് അവരുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും സൈഡ് എഫക്റ്റുകളെ ഇപ്പം കീമോതെറാപ്പി പോലുള്ള ചികിത്സകൾ ചെയ്യുമ്പോൾ അവരുടെ സൈഡ് എഫക്റ്റുകളെ കുറച്ചു കൊണ്ടുവരുന്നതിനും ചെയ്യുന്ന കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള തെറാപ്പീസിലും ഇതേപോലെ തന്നെ മെഡിസിൻസ് പലതരത്തിൽ യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് മോഡേൺ മെഡിസിനിലാണെങ്കിൽ ഇപ്പോൾ ആധുനിക ചികിത്സയിലാണെങ്കിൽ നമുക്ക് കീമോതെറാപ്പി ഇതുപോലത്തെ പെയിൻ കില്ലർ ഇതുപോലത്തെ കാര്യങ്ങൾ നമ്മൾ നിറയെ യൂസ് ചെയ്യാറുണ്ടല്ലോ. അപ്പം നമ്മൾ ഇപ്പോൾ സിദ്ധ സിസ്റ്റത്തിൽ നോക്കുമ്പോൾ നമ്മൾ ഏത് തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് ആണ് അതിനെ ഇപ്പോൾ അത് താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മൾ ചെയ്യുന്നത്, അതിനെക്കുറിച്ചിട്ടൊന്ന് പറയാമോ? പൊതുവേ നമുക്കറിയാം പെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു രംഗത്ത് തന്നെയാണല്ലോ നമ്മൾ ആദ്യം ഒരു പേഷ്യൻസിൻ്റെ സിംറ്റംസ് നോക്കുമ്പോൾ അവരുടെ സിംറ്റംസ് അലീവിയേറ്റ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്കൊരു ഏതൊരു ചികിത്സയും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ചോദിച്ചൊരു ചോദ്യം പ്രസക്തി ഉള്ളതാണ്. പ്രത്യേകിച്ചും പെയിൻ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ റേഡിയേഷനും കീമോതെറാപ്പിയായിട്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് സിദ്ധയിൽ എന്ത് തരത്തിലുള്ള ചികിത്സയാണ് എന്നുള്ള ഒരു ചോദ്യമാണ് പ്രധാനമായിട്ട് ചോദിച്ചത്. അപ്പോൾ അതിൽ പെയിൻ മാനേജ്മെൻറ്റ് നമുക്കറിയാം പൊതുവേ ഇന്ന് ക്യാൻസർ പേഷ്യൻസിന് പൊതുവേ കൊടുത്തു വരാറുള്ള ആധുനിക ചികിത്സാ രീതിയിൽ അനുവർത്തിച്ച് വരാറുള്ള ഒരു പെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് മോർഫിൻ പ്രധാനമായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചികിത്സാ രീതിയാണ്. അതിന് താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ള ചികിത്സ സിദ്ധയിലുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പൊതുവേ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടെന്നുള്ളത് അംഗീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരുപക്ഷെ സിദ്ധയിൽ അനുവർത്തിച്ച് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ ടെസ്റ്റൽ റെഫറൻസിൽ ഉൾപ്പെടുന്ന വിവിധ ഔഷധങ്ങൾ, ഇപ്പോൾ കന്നബിസ് സറ്റൈവ പോലെയുള്ള വിവിധ തരത്തിലുള്ള ഔഷധങ്ങൾ ഇപ്പോൾ മോർഫിന് പകരമായിട്ട് കൊടുത്താൽ അത് കമ്പാരിറ്റീവായിട്ടുള്ള അനവധി സ്റ്റഡീസിന് വിധേയമായിട്ടുള്ള സംഗതി കൂടിയാണ്.
പെയിൻ കില്ലർ അല്ലെങ്കിൽ പെയിൻ മാനേജ്മെൻറ്റ് എന്നുള്ളതിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഔഷധങ്ങൾ, പ്രത്യേകിച്ചും കന്നബിസ് പോലുള്ള ഔഷധങ്ങൾ തെറാപ്യൂട്ടിക് ആയിട്ട് യൂസ് ചെയ്യുന്നതിനുള്ള പോളിസി ലെവലായിട്ടുള്ള ചേഞ്ചസ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ചാൽ അതിന് വളരെയധികം പബ്ലിക്കിന്, അത് സഫർ ചെയ്യുന്ന ആൾക്കാർക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്നതിനും അതൊരു കോംപ്ലിമെൻ്ററി എന്നുള്ള രീതിയിൽ നമ്മുടെ തെറാപ്പിയെ അതിന് വളരെ ഒരു പാലിയേറ്റീവ് ഓൺകോളജി എന്നൊക്കെ പറയുന്ന ഫീൽഡിലൊക്കെ വളരെ മികച്ച രീതിയിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതിലൊരു എടുത്തു പറയേണ്ടതായിട്ടുള്ളൊരു പഠനം പുറത്ത് വന്നിട്ടുള്ളത് കന്നബിസ് സറ്റൈവയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ക്യാൻസർ സെൽസ് സ്വമേധയാ നശിക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് കടന്നു പോകുന്നില്ല. നമ്മുടെ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ അല്ലെങ്കിൽ മോഡേൺ മെഡിസിനിൽ അല്ലെങ്കിൽ മോഡേൺ സ്റ്റഡീസിൽ അപ്പോപ്റ്റോസിസ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, നമ്മുടെ സെൽസ് തന്നെത്താനെ നശിക്കുന്ന ഒരു രീതി. ക്യാൻസർ സെൽസിൽ അതില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ തരത്തിലുള്ള സെൽസിൽ, പ്രത്യേകിച്ചും ക്യാൻസർ സെൽസിൽ അപ്പോപ്റ്റോസിസിനെ ഇൻഡ്യൂസ് ചെയ്യുന്നതിനുള്ള ഒരു കഴിവ് കന്നബിസ് പോലുള്ള ഡ്രഗ്സിനുണ്ട് എന്നുള്ളതാണ് ആധുനികമായിട്ടുള്ള പല തരത്തിലുള്ള പഠനങ്ങളുടെ തെളിയിക്കപ്പെട്ടുള്ളത്. അതോടൊപ്പം തന്നെ ട്യൂമർ സെൽസിലേക്കുള്ള ബ്ലഡ് സപ്ലൈ അറസ്റ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ മോർഫിൻ പോലുള്ള ഡ്രഗ്സിൻ്റെ സൈഡ് എഫക്റ്റ് അവിടെ ഒഴിവാക്കും. പ്രത്യേകിച്ചും കോൺസ്റ്റിപ്പേഷൻ പോലുള്ള അല്ലെങ്കിൽ സെഡേഷൻ പോലുള്ള പലതരത്തിലുള്ള സൈഡ് എഫക്റ്റ് മോർഫിൻ പോലുള്ള ഡ്രഗ്സ് കൊടുക്കുമ്പോൾ നമ്മൾ കണ്ടുവരാറുണ്ട്. കന്നബിസിന് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. പേഷ്യൻ്റ് സെഡേഷനിലേക്ക് പോകുന്നില്ല. ഹാലൂസിനേഷൻ എന്ന് പറയുന്ന ഒരു സന്തോഷകരമായിട്ടുള്ളൊരവസ്ഥയിലേക്കാണ് പേഷ്യൻ്റ് എപ്പോഴും പോകുന്നത്. അതോടൊപ്പം തന്നെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ തെറാപ്യൂട്ടിക് ആയിട്ടുള്ള ഇത്രയധികം ഗുണങ്ങൾ ഈ മെഡിസിനുണ്ട്. പ്രത്യേകിച്ചും ക്യാൻസർ സെൽസിനെ തന്നെ ടാർഗറ്റഡ് ആയിട്ട് അതിനെതിരെ ആക്ട് ചെയ്യുന്നതിനുള്ള ഒരു തെറാപ്യൂട്ടിക് ഇഫക്റ്റ് കൂടെ ഇത്തരത്തിലുള്ള മെഡിസിൻ. നമ്മുടെ സയൻസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സിദ്ധയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 18 സിദ്ധന്മാരെന്ന് പറയും, സിദ്ധയുടെ പ്രയോക്താക്കളായിട്ട് വരുന്ന ആൾക്കാർ. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോരക്കർ എന്ന് പറയുന്ന ഒരു സിദ്ധരുടെ സംഭാവനയായിട്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ കന്നബിസ് എന്നുള്ള മേഖലയിൽ ഗവേഷണം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കോരക്കർ മൂലി എന്നുള്ള ഒരു പേരിലാണ് പ്രത്യേകിച്ചും സിദ്ധയിൽ കന്നബിസ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിന് വിവിധ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് തരത്തിലുള്ള പോളിസി ഷിഫ്റ്റ് ഈ മേഖലയിൽ സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും തെറാപ്യൂട്ടിക് ആയിട്ട് നമ്മുടെ മെഡിസിനെ അല്ലെങ്കിൽ ഈ പറയുന്ന കന്നബിസിനെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന തരത്തിലേക്ക്. അപ്പോൾ നമ്മുടെ രാജ്യത്തും പ്രത്യേകിച്ച് എനിക്കൊന്ന് വടക്കേന്ത്യയിലൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് വളരെ നല്ല രീതിയിലൊക്കെ പല സ്റ്റേജിലും യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്തും അത്തരത്തിലുള്ള പോളിസി ചേഞ്ച് ഗവൺമെൻറ് തലത്തിൽ കൊണ്ടുവരികയും തെറാപ്യൂട്ടിക് എന്നുള്ള തരത്തിലേക്ക് നമ്മുടെ ഈ കന്നബിസ് പോലുള്ള ഡ്രഗ്സിനെ യൂസ് ചെയ്യാൻ സാധിച്ചാൽ പെയിൻ മാനേജ്മെൻറ്റിലൊക്കെ വളരെ മികച്ച രീതിയിൽ സിദ്ധ ചികിത്സയിൽ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോഴും പല മെഡിസിൻസും ഉണ്ട് ഇത് കൂടാതെ, എങ്കിൽ പോലും സാധിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നീട് നമ്മുടെ ഈ കീമോതെറാപ്പി അല്ലെങ്കിൽ റേഡിയേഷനോടൊപ്പം അതിനെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് സിദ്ധ ചികിത്സയിൽ എന്ത് തരത്തിലുള്ള ഔഷധങ്ങളാണ് ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ അത് അത്തരത്തിലുള്ളൊരു ചർച്ചയ്ക്ക് ആ രീതിയിൽ മറുപടി പറയുന്നതിൽ വലിയ പ്രസക്തി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്കറിയാം കീമോതെറാപ്പി അല്ലെങ്കിൽ റേഡിയേഷൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സർജറി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഒബ്സ്ട്രക്ഷൻ ഉള്ള ഒരു കേസ്, ഇപ്പോൾ ഒരു കോളോൺ ക്യാൻസറിൽ ഒരു ഒബ്സ്ട്രക്ഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ സർജറി ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനകത്ത് യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. ഏർലി ആയിട്ട് ഡിറ്റക്റ്റ് ചെയ്യുന്ന ഒരു സെർവിക്കൽ ക്യാൻസർ, അവിടെയും നമ്മുടെ പല തരത്തിലുള്ള കീമോതെറാപ്പി ഡ്രഗ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഫലപ്രദമായിട്ട് അതിനെ ഇറാഡിക്കേറ്റ് അല്ലെങ്കിൽ അതിനെ റിമിഷൻ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അവിടെയൊക്കെ ഉറപ്പായിട്ടും അത്തരത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് പ്രസക്തിയില്ല. എനിക്ക് തോന്നുന്നത് നമുക്ക് നമ്മുടെ ഡ്രഗ്സിന്, പ്രത്യേകിച്ചും സിദ്ധ ഡ്രഗ്സ് എപ്പോഴും ഇതിനെ ഒരു ഇൻ്റഗ്രേറ്റീവ് അപ്രോച്ചിൽ കാണുന്നതായിരിക്കും വളരെ നല്ലതെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ചും ഈ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്, കൺവെൻഷണൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയോടൊപ്പം തന്നെ ആഡ് ഓൺ ആയിട്ടോ അല്ലെങ്കിൽ അത് ചെയ്യുന്നതോടൊപ്പമോ അല്ലെങ്കിൽ അത് ചെയ്യുന്നതിന് മുമ്പോ ഒക്കെ നമ്മൾ ഫലപ്രദമായിട്ട് അതൊരു കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ വളരെ മികച്ച രീതിയിൽ സിദ്ധ ചികിത്സ കൊണ്ട് അല്ലെങ്കിൽ സിദ്ധ ചികിത്സ ഈ തരത്തിൽ സന്നിവേശിപ്പിക്കാൻ ക്യാൻസർ ചികിത്സയിൽ സാധിക്കും എന്നുള്ളതാണ്. അതുതന്നെയാണ് ഞാനത് പറയുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. കാരണം ഞാൻ ഈ മേഖലയിലേക്ക്, പ്രത്യേകിച്ച് ക്യാൻസർ ചികിത്സയുടെ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നത് എൻ്റെ മെൻറ്ററായിട്ടുള്ള ഡോക്ടർ CP മാത്യു എന്ന് പറയുന്ന ക്യാൻസർ ചികിത്സയിലെ തന്നെ കേരളത്തിലെ ഏറ്റവും പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള പഴക്കം ചെന്ന ഒരു ഓൺകോളജിസ്റ്റിൻ്റെ മെൻറ്റർഷിപ്പിലാണ്. അദ്ദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലെ വൈസ് പ്രിൻസിപ്പളായിട്ട് അവിടുത്തെ ഓൺകോളജിയുടെ മേഖലയിലെ മേധാവിയുമായിട്ടൊക്കെ റിട്ടയർഡ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. 1984 അദ്ദേഹം റിട്ടയർഡ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ 83 മുതൽ തന്നെ
അദ്ദേഹം ക്യാൻസർ ചികിത്സയിൽ സിദ്ധ ചികിത്സയുടെ ഫലസിദ്ധി കണ്ടറിഞ്ഞുകൊണ്ട് ക്യാൻസർ ചികിത്സയിൽ സിദ്ധ ഉപയോഗിച്ചു കഴിഞ്ഞാൽ വളരെ ഒരു കുതിച്ചുചാട്ടത്തിന് തന്നെ ഈ മേഖലയിൽ സാധിക്കും എന്ന് കണ്ടറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ മേഖലയിലേക്ക് തിരിഞ്ഞത്. അപ്പോൾ ഏതാണ്ട് 6000-ഓളം ക്യാൻസർ പേഷ്യൻറ്റിൽ, പ്രത്യേകിച്ചും ടെർമിനലി ഇല്ലായിട്ടുള്ള ഒരു പാലിറ്റീവ് ഓൺകോളജി എന്നൊക്കെ പറയാൻ പറ്റുന്ന എല്ലാ കൺവെൻഷണൽ ആയിട്ടുള്ള മൊഡാലിറ്റിയും കഴിഞ്ഞതിന് ശേഷം ഒരു സാന്ത്വന ചികിത്സയിലേക്ക് മാറ്റപ്പെട്ട രോഗികൾ, അത്തരത്തിലുള്ള 6000-ഓളം ക്യാൻസർ പേഷ്യൻസിൽ സിദ്ധ ചികിത്സ ഉപയോഗിച്ചുകൊണ്ട് അവരിൽ ഒരുപാട് ആളുകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്, റിമിഷൻ സ്റ്റേജിലേക്കോ അല്ലെങ്കിൽ ഒരു ക്യൂർ എന്നൊക്കെ പറയാവുന്ന അവസ്ഥയിലേക്കൊക്കെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഡോക്ടർ CP മാത്യു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മെൻറ്റർഷിപ്പിലാണ് ഞാൻ ഈ മേഖലയിലേക്ക് കടന്നു വന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു എന്താ പറയുക, നമ്മുടെ വിവിധ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയിലുള്ള ആളുകൾ തമ്മിൽ സഹകരിച്ചു കൊണ്ട് വേണം ഇത്തരത്തിലുള്ള ഒരു മേഖല, ഇത്തരത്തിലുള്ള ഒരു ക്യാൻസർ പോലുള്ള ഒരു മേഖലയിലേക്ക് ഒരു പോളിസി അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഒരു പോളിസി പരിവർത്തനപ്പെടുത്തുമ്പോൾ ചെയ്യേണ്ടതായിട്ട് ഉള്ളത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് കോമൺ ആയിട്ട് വരുന്ന ചോദ്യം, ഇപ്പോൾ എക്സാമ്പിൾ പല ആൾക്കാർക്കും ഡൗട്ട് ഉണ്ടാവും, നമുക്ക് ഈ രോഗികൾക്ക് എങ്ങനെയാണ് ഈ മെഡിക്കേഷൻസ് കൊടുക്കുന്നത്, ഈ മരുന്നുകൾ എങ്ങനെയാണ് കൊടുക്കുന്നത്, അവർക്ക് അതിനെപ്പറ്റി ഒന്ന് പറയാം. ഔഷധങ്ങൾ എങ്ങനെയാണ് രോഗികൾക്ക് കൊടുക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ്. സിദ്ധ ചികിത്സയിൽ എങ്ങനെയാണ് ക്യാൻസർ ചികിത്സയിൽ അല്ലെങ്കിൽ ക്യാൻസർ രോഗികൾക്ക് ഔഷധങ്ങൾ കൊടുക്കുന്നത് എന്നുള്ളതാണല്ലോ ചോദിച്ചത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല തരത്തിലുള്ള ഔഷധങ്ങൾ സിദ്ധയിൽ ക്യാൻസർ ചികിത്സയ്ക്കായിട്ട് അനുവർത്തിച്ച് വരുന്നുണ്ട്. അത് ഹെർബലായിട്ടുള്ള പലതരത്തിലുള്ള പ്രിപ്പറേഷൻസ് ഉണ്ട്, കഷായങ്ങൾ പോലെ അല്ലെങ്കിൽ ചൂർണ്ണങ്ങൾ പോലെയും ഒക്കെയുള്ള പ്രിപ്പറേഷൻസ് ഉണ്ട്. ഹെർബോ മിനറലിക് ആയിട്ടുള്ള പലതരത്തിലുള്ള പ്രിപ്പറേഷൻസ് ഉണ്ട്. അതിപ്പോൾ ഈവൻ പിന്നെ ശിലാസത്ത് വർപ്പ പോലെ അല്ലെങ്കിൽ മിനറൽസ് ഉപയോഗിച്ചുകൊണ്ട് ഹെർബൽസ് കൂടി ചേർത്തുകൊണ്ടുള്ള പലതരത്തിലുള്ള ചൂർണ്ണങ്ങളും അതുപോലെ പർപ്പങ്ങളുമായിട്ടുള്ള പ്രിപ്പറേഷൻസ് ഉണ്ട്. മെറ്റാലിക് ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഉണ്ട്. മെറ്റാലിക് ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണ് പ്രത്യേകിച്ചും ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള പ്രക്രിയകളിലൂടെയൊക്കെ കടന്നു പോകുന്ന കാൽസിഫിക്കേഷൻ പ്രോസസ്സ് എന്നൊക്കെ പറയുന്ന സ്ഫുട പ്രക്രിയയിലൂടെ കടന്നു പോകുന്ന പ്രിപ്പറേഷൻസ്. നേരത്തെ പറഞ്ഞ ഗോൾഡ് അല്ലെങ്കിൽ മെർക്കുറി അല്ലെങ്കിൽ ആഴ്സനിക്ക്, അത്തരത്തിലുള്ള വിവിധ തരത്തിലുള്ള ഔഷധങ്ങൾ അതിൻ്റെ നിർമ്മാണത്തിൽ തന്നെ അതിൻ്റേതായിട്ടുള്ള യുണീക്നെസ് ഉണ്ട് സിദ്ധയിൽ. അത് എത്രയെങ്കിലും അപ്പോൾ 1-2 ആഴ്ചകളോ അല്ലെങ്കിൽ അതിലപ്പുറമോ ഒക്കെ എടുത്തുകൊണ്ട് അതിനെ പലതരത്തിലുള്ള ഔഷധ സസ്യങ്ങളിലൊക്കെ അത് പാചകം ചെയ്തെടുത്ത് അതിനെ സ്ഫുടം ചെയ്തെടുക്കുന്ന പലതരത്തിലുള്ള പ്രക്രിയകളിലൂടെയാണ് അത്തരത്തിലുള്ള മെഡിസിൻസ്. അപ്പോൾ എത്തരത്തിലാണ് ഔഷധങ്ങൾ കൊടുക്കുക എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തെറാപ്പേറ്റിക് ആയിട്ടുള്ള അവസ്ഥകളിൽ, പ്രത്യേകിച്ചും രോഗശമനത്തിന് വേണ്ടി രോഗം ടാർഗറ്റഡ് ആയിട്ട് ഔഷധങ്ങൾ കൊടുക്കുന്ന അവസ്ഥകളിൽ പ്രത്യേകതരം അനുപാനത്തിലൂടെ അനുപാനം പോലെ അതായത് വെഹിക്കിൾ എന്ന് പറയുന്ന അനുപാനം മാറ്റിക്കൊണ്ട് ഔഷധങ്ങൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കൊടുക്കുമ്പോൾ, ഇത്തരത്തിലുള്ള ഔഷധങ്ങൾ കൊടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പഥ്യാപഥ്യങ്ങൾ തീർച്ചയായിട്ടും നോക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഡോസ് നോക്കേണ്ടതായിട്ടുണ്ട്, കാലഘട്ടം അതിൻ്റേതായിട്ടുള്ള എത്ര നാളത് കൊടുക്കുന്നു എന്നുള്ളത് നോക്കേണ്ടത്, അതിന് തമ്മിലുള്ള ഇൻ്റർവെൽ നോക്കേണ്ടതായിട്ടുണ്ട്. അത് അതിൻ്റേതായിട്ടുള്ള ഒരു തെറാപ്യൂട്ടിക് ആയിട്ടുള്ള രീതിയിൽ ഔഷധം കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഔഷധം കൊടുക്കുക. രണ്ടാമതായിട്ട് ഒരു ഇമ്മ്യൂണോ മോഡുലേറ്ററി ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഔഷധങ്ങൾ എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള ഒരു റെസ്ട്രിക്ഷനിലേക്ക് കടക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. പൊതുവെ നമ്മുടെ ജനറൽ ഇമ്മ്യൂണിറ്റിയെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് ആരോഗ്യം വർദ്ധിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അത്തരത്തിലായിട്ട് കൊടുക്കാൻ സാധിക്കുക. അതൊരു പൊതുവെ പലതരത്തിലുള്ള ആൻറ്റി ക്യാൻസറസ് ആയിട്ടുള്ള അനവധിയായിട്ടുള്ള ഔഷധങ്ങൾ അതിന് യൂസ് ചെയ്ത് വരാറുണ്ട്. പ്രത്യേകിച്ചും സെമി കാർപ്പസ് അനക്കാടി എന്ന് പറയുന്ന നമ്മുടെ ചേരി ഉപയോഗിച്ചുകൊണ്ട് ചേരാൻകോട്ടെ നെയ്യ് എന്ന് പറയുന്ന ഘൃത പ്രിപ്പറേഷൻസ് ഉണ്ട്. അശ്വഗന്ധ അമുക്കുര എന്ന് പറയുന്ന അമുക്കുര അതൊരു ഹെർബാണല്ലോ, അത്തരത്തിലുള്ള അതിൻ്റെ ചൂർണ്ണമുണ്ട്. അലോവീര അല്ലെങ്കിൽ മഞ്ഞൾ, കുർക്കുമ എന്ന് പറയുന്നത് ഇതെല്ലാം തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ആധുനികമായിട്ടുള്ള പഠനങ്ങൾക്ക് വിഷയീഭവിച്ചിട്ടുള്ള ഔഷധ സസ്യങ്ങളാണ്. ഇത്തരത്തിലുള്ള ഔഷധ സസ്യങ്ങൾ ചേർത്തുകൊണ്ടുള്ള ഇമ്മ്യൂണോ മോഡുലേറ്ററി ആയിട്ടുള്ള ഔഷധങ്ങൾ. അതിന് പ്രത്യേകിച്ച് ഒരു റെസ്ട്രിക്ഷൻ നോക്കേണ്ടതായിട്ടുള്ള ആവശ്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാലഘട്ടം നോക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമില്ല. ആരോഗ്യം വർദ്ധിപ്പിച്ചുകൊണ്ട്, ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ട്, ഇമ്മ്യൂണോ മോഡുലേറ്ററി ഇഫക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ക്യാൻസറിനെ ഫലപ്രദമായിട്ട് തടയുക എന്നുള്ളതാണ് അത്തരത്തിലുള്ള ഒരു ഔഷധം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഔഷധങ്ങൾ കൊണ്ട് പ്രത്യേകിച്ചും അനുവർത്തിച്ച് വരുന്നത്. പിന്നീട് ഞാൻ പറഞ്ഞു കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഒരു ചികിത്സാ രീതിയിൽ ഈ പറയുന്ന പോലെ കൺവെൻഷണൽ ആയിട്ടുള്ള തെറാപ്പീസ് യൂസ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ കീമോതെറാപ്പി പോലുള്ള അവസ്ഥകളിലൊക്കെ നമ്മൾ കാണാറുണ്ട്. പൊതുവേ അവരുടെ ആരോഗ്യം എത്രത്തോളം ക്ഷയിക്കുന്നതായിട്ടും അവരുടെ ഓജസ് എത്രത്തോളം ക്ഷയിക്കുന്നതായിട്ടും അവരുടെ രൂപം തന്നെ മാറിപ്പോകുന്ന തരത്തിലുള്ള അവസ്ഥകളിലേക്കൊക്കെ പോകുന്നത് പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ ആ ഒരു
അവസ്ഥയിൽ പേഷ്യൻറ്റിനെ സ്റ്റേബിളാക്കുന്ന തരത്തിൽ പേഷ്യൻറ്റിൻ്റെ സ്റ്റെബിലിറ്റിയെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് തരത്തിലുള്ള ഔഷധങ്ങൾ, പ്രത്യേകിച്ച് അവരുടെ ശരീരത്തിൻ്റെ ചൂട് കുറച്ചുകൊണ്ട് വരിക, അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന സൈഡ് എഫക്റ്റിനെ മാക്സിമം അലീവിയേറ്റ് ചെയ്തുകൊണ്ട് വരുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പലതരത്തിലുള്ള ഔഷധങ്ങൾ. അതിൽ എടുത്തു പറയാൻ പറ്റുന്ന ചില ഔഷധങ്ങൾ ഇപ്പം കറുക, അല്ലെങ്കിൽ നറുനീണ്ടി, അല്ലെങ്കിൽ അലോവീര, അതേപോലുള്ള നേരത്തെ പറഞ്ഞ അശ്വഗന്ധ, അതേപോലുള്ള പല തരത്തിലുള്ള ഔഷധ സസ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ഈവൻ രസ പ്രിപ്പറേഷൻസ്, ഇപ്പോൾ രസപർപ്പ എൻ്റെ മെൻറ്ററായിട്ടുള്ള ഡോക്ടർ CP മാത്യു സാറ് തന്നെ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു പഠനം ഞാൻ അവിടെ പറയുകയാണ്. ഓക്കെ. രസപർപ്പം എന്ന് പറയുന്ന ഒരു സിദ്ധ ഔഷധം ഉപയോഗിച്ചുകൊണ്ട് കീമോതെറാപ്പി ചെയ്യുന്ന ഒരു രോഗിക്ക് തന്നെ ഈ ഔഷധം അദ്ദേഹം കൊടുക്കുകയുണ്ടായി. അപ്പോൾ കീമോതെറാപ്പി ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ അവരുടെ ബ്ലഡ് കൗണ്ട് വളരെ കുറഞ്ഞു വരുന്ന, വീക്കിലി കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥയിലേക്ക്, അവരുടെ ആരോഗ്യം കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥയിലേക്കുമാണ് സാധാരണ കാണാറുള്ളത്, ക്യാൻസർ കോശങ്ങൾ നശിക്കുന്നതോടൊപ്പം തന്നെ. പക്ഷേ ഇതോടൊപ്പം തന്നെ കീമോതെറാപ്പിയോടൊപ്പം ഈ പ്രത്യേക ഔഷധം കൊടുത്ത അദ്ദേഹം ഓരോ ആഴ്ചയും കൃത്യമായിട്ടുള്ള പഠനങ്ങൾ നടത്തിയ അവസ്ഥയിൽ അവരുടെ കൗണ്ട് തിരിച്ച് അത് ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ടും ഈ ചെയ്യുന്ന തെറാപ്പിക്ക് കോംപ്ലിമെൻ്റ് ആയിട്ട് അതിൻ്റെ ഒരു എഫക്റ്റീവ്നെസ്സിനെ 2x ആയിട്ടോ 3x ആയിട്ടോ ഒക്കെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് അതിനെ കൊണ്ടുവരാനായിട്ട് സാധിച്ചു. ഇത് തന്നെയാണ് സിദ്ധ ചികിത്സയുടെ പ്രസക്തിയും അങ്ങനെ തന്നെയാണ് അതിനെ കാണേണ്ടത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് റാൻ തെറാപ്പി എന്ന് പറഞ്ഞൊരു തെറാപ്പി ഉണ്ടല്ലോ ഇപ്പോൾ സിദ്ധ സിസ്റ്റത്തിൽ തന്നെ, കുറേ ആൾക്കാർ അത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? ഇതെങ്ങനെ ഈ ക്യാൻസർ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്? തീർച്ചയായിട്ടും ഇതോടൊപ്പം തന്നെ പറയേണ്ട ഒരു എന്താ പറയുക, ഗവേഷണ അടിസ്ഥാനത്തിൽ ചെയ്ത ഒരു പദ്ധതിയാണ് റാൻ തെറാപ്പി എന്ന് പറയുന്നത്. ചെന്നൈ ആസ്ഥാനമായിട്ടുള്ള ഡോക്ടർ CN ദേവനായകം എന്ന് പറയുന്ന ഒരു ചെസ്റ്റ് ഫിസിഷ്യനാണ് റാൻ തെറാപ്പി എന്ന് പറയുന്ന ഒരു തെറാപ്പിയുടെ ഉപജ്ഞാതാവ്. ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടി അല്ല അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു തെറാപ്പി വിഭാവനം ചെയ്തെടുത്തത്. അത് എയ്ഡ്സ് രോഗികളിൽ പഠനം നടത്തുന്നതിന് വേണ്ടിയിട്ട് ചെയ്ത ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടി ചെയ്ത ഒരു പ്രോജക്റ്റായിരുന്നു റാൻ തെറാപ്പി. റാൻ എന്ന് പറഞ്ഞാൽ RAN എന്ന് പറയുന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന തെറാപ്പിയുടെ പ്രധാനപ്പെട്ട ഔഷധങ്ങളെന്ന് പറയുന്നത് രസഗന്ധി മെഴുക്, അമുക്കുരു ചൂർണം, നെല്ലിക്ക ലേഹ്യം എന്ന് പറയുന്ന 3 ഔഷധങ്ങൾ എങ്ങനെ പ്രത്യേകിച്ചും HIV പോസിറ്റീവായിട്ടുള്ള ആളുകളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു, അല്ലെങ്കിൽ അത് എത്രത്തോളം എഫക്റ്റീവായിട്ട് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ആരോഗ്യത്തെ സ്റ്റെബിലൈസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതായിരുന്നു ആ പഠനം. അപ്പോൾ ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ മികച്ച രീതിയിൽ അവരുടെ വൈറൽ ലോഡ് കുറയുന്നതായിട്ടും അവരുടെ ശരീരഭാരം കൂടുന്നതായിട്ടും ആരോഗ്യം വർദ്ധിക്കുന്നതായിട്ടും അവരുടെ ആയുസ്സിന് അല്ലെങ്കിൽ അവർക്ക് അവരുടെ ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ പറ്റുന്ന കാലയളവിനെ വളരെയധികം ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ടും തെളിയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് എയ്ഡ്സിന് വേണ്ടി ചെയ്ത ഒരു തെറാപ്പി ആണ് എങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞു ക്യാൻസർ ഈസ് ആൾസോ ആൺ ഇമ്മ്യൂണോ മോഡുലേറ്ററി അല്ലെങ്കിൽ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ഡിസീസ്. അപ്പോൾ ഇമ്മ്യൂണോ മോഡുലേറ്ററി ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഔഷധങ്ങൾ ഒരുപക്ഷെ റാൻ തെറാപ്പി തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഫിസിഷ്യൻ ആ പേഷ്യൻ്റെ അവസ്ഥ നോക്കിക്കൊണ്ട് എത്തരത്തിലുള്ള പ്രശ്നമാണ് അയാൾക്കുള്ളത് നോക്കിക്കൊണ്ട് അതിൻ്റെ തക്കതായിട്ടുള്ള ഔഷധങ്ങൾ അതിനകത്ത് മാറ്റം വരുത്തിക്കൊണ്ട് അതുതന്നെയാണ് ക്യാൻസർ ചികിത്സയിലും ഒരുപക്ഷെ കോംപ്ലിമെൻ്ററി ആയിട്ടും അല്ലെങ്കിൽ ഇമ്മ്യൂണോ മോഡുലേറ്ററി ആയിട്ടുമൊക്കെ നമ്മളിന്ന് ചെയ്തു വരുന്ന തെറാപ്പിയും. റാൻ തെറാപ്പി തീർച്ചയായിട്ടും ക്യാൻസർ മേഖലയിലും അത്തരത്തിലുള്ള സ്റ്റഡീസ് നടത്തേണ്ടതായിട്ടുള്ള പ്രസക്തിയെ വിളിച്ചോതുന്ന ഒരു സ്റ്റഡി കൂടിയാണ്. പിന്നെ നമുക്ക് വേറൊരു വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്യാൻസർ പേഷ്യൻസിനൊക്കെ ഭയങ്കരമായിട്ട് ക്ഷീണം ഉണ്ടാവാറുണ്ട്, പിന്നെ അത് വെച്ചിട്ട് ഭയങ്കര ബോഡി പെയിൻ ഉണ്ടാവാറുണ്ട്, ഇങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സിദ്ധ സിസ്റ്റത്തിൽ എന്താ ചെയ്യുക, അതിനെപ്പറ്റിയുള്ളൊന്ന് പറയാമോ? ഇപ്പോൾ ക്യാൻസർ രോഗികളുണ്ടാകുന്ന വേദന അതല്ലെങ്കിൽ ക്ഷീണം എന്നൊക്കെ പറയുന്നത് 2 രീതിയിൽ. ഒന്ന് നമുക്ക് പറയാം, ഈ രോഗത്തിൻ്റെ അവസ്ഥ കൊണ്ട് രോഗം മൂർച്ഛിക്കുന്ന അവസ്ഥയിൽ അവർക്കുണ്ടാകുന്ന ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അത് പെയിൻ എന്നുള്ള രീതിയിലാവാം, അല്ലെങ്കിൽ അവരുടെ ആരോഗ്യം ക്ഷയിക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടാവാം, അത്തരത്തിൽ ഉണ്ടാവാറുണ്ട്. രണ്ടാമതായിട്ട് നമുക്ക് കൺവെൻഷണൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ്, പ്രത്യേകിച്ചും ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഔഷധങ്ങൾ, പ്രത്യേകിച്ചും കീമോതെറാപ്പി പോലുള്ള ഔഷധങ്ങൾ നൽകുമ്പോൾ അവർക്കുണ്ടാകുന്ന സൈഡ് എഫക്റ്റ് എന്നുള്ള നിലയിൽ ഉണ്ടാകുന്ന പെയിൻ അല്ലെങ്കിൽ അവരുടെ ക്ഷീണം, അവരുടെ ലുക്ക് തന്നെ മാറിപ്പോകുന്ന അവസ്ഥ, ആ ഒരു അവസ്ഥയാണ് രണ്ടാമതായിട്ട് കണ്ടുവരാറുള്ളത്. അപ്പോൾ ആദ്യത്തെ ഒരു ഘട്ടത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പെയിൻ മാനേജ്മെൻറ്റിന് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഔഷധങ്ങൾ തീർച്ചയായിട്ടും വളരെയധികം ഫലപ്രദമായിട്ട് ചെയ്യാൻ സാധിക്കും.
അതോടൊപ്പം തന്നെ തെറാപ്യൂട്ടിക് ആയിട്ടുള്ള ഔഷധങ്ങളുണ്ട്. തെറാപ്യൂട്ടിക് ആയിട്ടുള്ള ഔഷധങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതും അതുപോലെ തന്നെ പൊതുവെ ക്യാൻസർ കോശങ്ങളെ ടാർഗറ്റ് ചെയ്ത് ആക്ട് ചെയ്യുന്നതിനും അതിൻ്റേതായിട്ടുള്ള യുക്തമായിട്ടുള്ള അനുമാനങ്ങളിൽ കൊടുത്താൽ തീർച്ചയായിട്ടും സാധിക്കും എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് നമ്മൾ ഈ കൺവെൻഷണൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരവസ്ഥയിൽ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. പൊതുവെ ക്ഷീണം, രുചിയില്ലായ്മ, തൂക്കക്കുറവ്, പിന്നെ ഉറക്കമില്ലായ്മ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള രുചി പോലുള്ള പല പ്രശ്നങ്ങൾക്ക് അത്തരത്തിലുള്ള ഔഷധങ്ങളാണ് പ്രധാനമായിട്ട് നൽകുക. അതിനെയാണ് നമ്മൾ നേരത്തെ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള തെറാപ്പി എന്നുള്ള രീതിയിൽ കൊടുക്കാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ ഇതിനെ ഒരു ഇൻ്റഗ്രേറ്റീവ് ആയിട്ടുള്ള അപ്രോച്ചിൽ കാണണം. അത്തരത്തിൽ കണ്ടാൽ മാത്രമേ ക്യാൻസർ രോഗികളിൽ ഫലപ്രദമായിട്ട് നമ്മുടെ ഒരു സിസ്റ്റത്തിനെ സന്നിവേശിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ എല്ലാം കഴിഞ്ഞ് പാലിയേറ്റീവ് ഓൺകോളജിയിലേക്ക് വന്നു, സ്വാതന്ത്ര്യ ചികിത്സ ആവശ്യമുള്ള ആ ഒരു ഘട്ടത്തിൽ മാത്രം നമ്മുടെ അടുത്ത് എത്തുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു പരിമിതി അവിടെ വരികയാണ്. സ്റ്റേജസ് ഒക്കെ മാറി ക്യാൻസറിനെ പിടിച്ച കിട്ടാത്തൊരവസ്ഥയിൽ അവരുടെ ആരോഗ്യമൊക്കെ പോയിട്ട് നമ്മുടെ അടുത്ത് വരുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള പരിമിതി തീർച്ചയായിട്ടും ഉണ്ട്. ആ അവസ്ഥയിൽ പോലും നമുക്ക് പലതും ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ നമുക്ക് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോമൺ ഉള്ള ആൾക്കാർക്കുള്ള ഒരു ഡൗട്ടായിരിക്കും. ഇപ്പോൾ നോർമലി ഈ അലോപ്പതി സിസ്റ്റവും ഇപ്പോൾ സിദ്ധ സിസ്റ്റമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളം സുരക്ഷിതമാണ് ഈ സിദ്ധ മെഡിസിൻസ് കഴിക്കുന്നതും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതും അതിനെക്കുറിച്ചൊന്ന് പറയാം. എനിക്ക് തോന്നുന്നു പൊതുവേ സമൂഹത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് ഇപ്പോൾ ഇവിടെ ചോദിച്ചത്. നമ്മുടെ ഔഷധങ്ങൾ, പ്രത്യേകിച്ചും സിദ്ധ ഔഷധങ്ങൾ കൊടുക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള സൈഡ് ഇഫക്റ്റുകൾ ഉണ്ടാവാറുണ്ടോ? അത് ആരോഗ്യത്തെ എന്തെങ്കിലും പ്രതികൂലമായ തരത്തിൽ ബാധിക്കാറുണ്ടോ? ഹെവി മെറ്റൽ ടോക്സിസിറ്റി എന്ന് പറയുന്ന ഒരു പ്രശ്നം അവിടെ ഉണ്ടാവാറുണ്ടോ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പലപ്പോഴും നമ്മൾ അഭിമുഖീകരിക്കാറുള്ള ഒരു ചോദ്യം തന്നെയാണ്. ഇതിന് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഔഷധങ്ങൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള മെറ്റാലിക് പ്രിപ്പറേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് യൂസ് ചെയ്യുന്നത് അതേപോലുള്ള ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള കണ്ടീഷൻസിലാണ്. പൊതുവേ മെർക്കുറി പോലുള്ള അല്ലെങ്കിൽ ആഴ്സനിക് പോലുള്ള മെറ്റാലിക് ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് നമ്മൾ രോഗികളിൽ കൊടുക്കുന്നത് അതേപോലുള്ള ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള കണ്ടീഷൻസിലാണ്. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ആഴ്സനിക് ട്രയോക്സൈഡ് എന്ന് പറയുന്ന ഒരു കീമോതെറാപ്പി ഏജൻ്റാണ്. ആഴ്സനിക് ട്രയോക്സൈഡ് യൂസ് ചെയ്യുന്നത് പൊതുവെ ചില തരത്തിലുള്ള ബ്ലഡ് ക്യാൻസറിനെ ട്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു തെറാപ്യൂട്ടിക് ഏജൻ്റാണ് ആഴ്സനിക് ട്രയോക്സൈഡ്. ഇതേ ആഴ്സനിക് ട്രയോക്സൈഡ് തന്നെ അല്ലെങ്കിൽ ആഴ്സനിക് തന്നെ പലതരത്തിൽ സിദ്ധയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ആ യൂസ് ചെയ്യുന്നതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ശുദ്ധീകരണ പ്രക്രിയകൾക്ക് ശേഷം അവ പലതരത്തിലുള്ള ഔഷധ സസ്യങ്ങളോടൊപ്പം പ്രത്യേക തരത്തിൽ പലതരത്തിലുള്ള നിർമ്മാണ പ്രക്രിയയിലൂടെയും സ്ഫുട പ്രക്രിയയിലൂടെയൊക്കെ കടന്നുപോയി അതിനുശേഷം പലതരത്തിലുള്ള ആധുനിക പഠനങ്ങളിലും അത്തരത്തിലുള്ള ഔഷധങ്ങളുടെ ടോക്സിസിറ്റി സ്റ്റഡീസ് ഉൾപ്പെടെ പഠനങ്ങൾ നടത്തി അതിനുശേഷം അത് ക്ലിനിക്കലായിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്യുമ്പോൾ അതിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി ഫാർമക്കോ വിജിലൻസ് എന്നുള്ള ഒരു വിങ് തന്നെ നമുക്ക് വളരെ ശക്തമായ രീതിയിൽ പ്രവർത്തിക്കുന്നു. അത്തരത്തിലുള്ള എല്ലാ മോണിറ്ററിംഗ് സംവിധാനവും ഏർപ്പെടുത്തിയതിന് ശേഷം തന്നെയാണ്, സർക്കാർ തരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം ഏർപ്പെടുത്തിയതിന് ശേഷം തന്നെയാണ് ഇത്തരത്തിലുള്ള ഔഷധങ്ങൾ രോഗികൾക്ക് നൽകി വരുന്നത്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ ഒരു കീമോതെറാപ്പി കൊടുക്കുന്ന ഒരു പേഷ്യൻറ്റിന് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കീമോതെറാപ്പിയാണ് അവിടെ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കാണാറുള്ളതാണ് അവരുടെ ഹെൽത്ത് എത്രത്തോളം ഡീറ്റീരിയേറ്റ് ചെയ്യുന്നുണ്ട്, അവരുടെ പിന്നെ ഒരു രൂപം തന്നെ എത്രത്തോളം മാറിപ്പോകുന്നുണ്ടെന്നുള്ളത് നമ്മൾ കാണാറുള്ളതാണ്. ആ ഒരു ഇതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രഗ്സ് എത്രത്തോളം സുരക്ഷിതമാണെന്നുള്ളത് നമുക്ക് വളരെ ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും ഇല്ലാതെ തന്നെ പലപ്പോഴും കൃത്യമായിട്ടുള്ള അനുപാനത്തിലും കൃത്യമായിട്ടുള്ള ഡോസിലും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കണ്ടീഷനെ വളരെയധികം റിവേഴ്സ് ചെയ്തെടുക്കുന്നതിനും അതോടൊപ്പം തന്നെ രോഗിക്ക് അത്രത്തോളം ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അതിനെ ഒരുപക്ഷെ ഈ പറയുന്ന പഥ്യം പാലിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിച്ചു നിർത്തിയാൽ രോഗിയെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ ഡ്രഗ്സിന് ഇതേ ഇപ്പോൾ ആഴ്സനിക് ട്രയോക്സൈഡിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയുന്നതുപോലെ തന്നെ ഇതേ ഡ്രഗ്സ് തന്നെ കൊടുത്താൽ അത് വളരെ ഫലപ്രദമായിട്ട് ഇപ്പോൾ ഒരു ഡ്രോ ആയിട്ടുള്ള ഒരു മെറ്റാലിക് കണ്ട ശരീരത്തിൽ എത്തുന്നത് പോലെ അല്ല ഒരിക്കലും സിദ്ധയിലുള്ള മെറ്റാലിക് അല്ലെങ്കിൽ മിനറാലിക് പ്രിപ്പറേഷൻസ് എത്തുന്നത് എന്നുള്ളത് ഏറ്റവും കൂടുതൽ ടോക്സിസിറ്റി സ്റ്റഡീസ് നടന്നിട്ടുള്ള ഒരു മേഖലയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രത്യേകിച്ചും രജിസ്റ്റേർഡ് ആയിട്ടുള്ള മെഡിക്കൽ പ്രാക്ടീഷണറെ സമീപിച്ചുകൊണ്ട് ഇത്തരത്തിൽ വിദഗ്ധരായിട്ടുള്ള ചികിത്സകരെ സമീപിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ചികിത്സ നേടുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള യാതൊരു ആശങ്കകൾക്കും അടിസ്ഥാനമില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. പിന്നെ വേറെ ഒരു ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമുക്ക് ഈ സിദ്ധ മെഡിസിൻസ് എടുക്കുമല്ലോ, ഈ സിദ്ധ മെഡിസിൻസ് എടുക്കുമ്പോൾ ഇതിൽ കുറേ പഥ്യം ഉണ്ടാവും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും, കുറേ ഫുഡിൻ്റെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് പറയാം. അത് ഏതൊക്കെ തരം ഭക്ഷണമാണ് കഴിക്കേണ്ടത്, കഴിച്ചുകൂടാത്തത്, അതിനെ പറ്റി ഒന്ന് പറയാം. സിദ്ധ ഔഷധങ്ങൾ പ്രയോഗിക്കുന്ന സമയത്ത് നമ്മൾ രോഗികൾക്ക് നിർദ്ദേശിക്കാറുള്ള പഥ്യാചരണത്തെക്കുറിച്ച് തന്നെയാണ് ഞാൻ നേരത്തെയും പറഞ്ഞത്. ഈ പഥ്യം എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ. ഒന്ന്, മെഡിസിൻസിൻ്റെ എഫക്റ്റീവ്നെസ്സിനെ നമ്മുടെ ശരീരത്തിൽ അത് ആക്ട് ചെയ്യുന്ന അതൊരു കാറ്റലിസ്റ്റ് ആയിട്ടെന്നുള്ള രീതിയിൽ പഥ്യം ചെയ്യുമ്പോൾ അതിനെ യൂസ്ഫുള്ളായിട്ട്, അല്ലെങ്കിൽ അത് ആ രീതിയിൽ പഥ്യം പാലിച്ച് തന്നെ കൊടുക്കേണ്ടതായിട്ടുള്ളതിൻ്റെ പ്രാധാന്യം അവിടെയാണ്. രണ്ടാമതായിട്ട്, ഇത്തരത്തിലുള്ള ടോക്സിസിറ്റീസ് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പലപ്പോഴും പഥ്യം നിർദ്ദേശിക്കാറുണ്ട്. അത് തീർച്ചയായിട്ടും അത് ഒരു വിദഗ്ധനായിട്ടുള്ള ഒരു ഡോക്ടർ അത്തരത്തിലുള്ള പഥ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതിൻ്റെ ഒരു പ്രസക്തി കൂടിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഔഷധങ്ങൾ പ്രയോഗിക്കുമ്പോൾ ഔഷധങ്ങൾ നമ്മുടെ ശരീരത്തിൽ മാക്സിമം ഫലസിദ്ധി ലഭിക്കുന്നതിന് വേണ്ടി കൂടിയാണ് നമ്മൾ ഈ പറയുന്ന പഥ്യാചരണം നടത്തുന്നത്. അത് എല്ലാ കണ്ടീഷനിലും ഒരുപോലെ പഥ്യമുള്ള ഔഷധങ്ങളൊന്നും സിദ്ധിയിൽ അനുവർത്തിക്കാറില്ല. ഞാൻ പറഞ്ഞു, ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള അനവധി രോഗങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള രോഗാവസ്ഥകളിൽ തീർച്ചയായിട്ടും കടുംപഥ്യത്തിലുള്ള, അല്ലെങ്കിൽ ഇപ്പം കടുംപഥ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാലും പാൽക്കഞ്ഞിയും മാത്രം കഴിച്ചുകൊണ്ട് ഔഷധം സേവിക്കേണ്ടതായിട്ടുള്ള കാലഘട്ടത്തെയാണ് കടുംപഥ്യം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ചില ഔഷധങ്ങൾ കൊടുക്കുന്ന സാഹചര്യത്തിൽ മാത്രമാണ് അത്തരത്തിലുള്ള കടുംപഥ്യത്തിലേക്കൊക്കെ പോകാറുള്ളത്. അല്ലാത്ത സാഹചര്യത്തിൽ ഒരു ഇമ്മ്യൂണോ മോഡുലേറ്ററി ആയിട്ടോ കോംപ്ലിമെൻ്ററി ആയിട്ടോ ഒക്കെ സിദ്ധ കൊടുക്കുന്ന സമയത്തൊന്നും അതിൻ്റേതായിട്ടുള്ള ആവശ്യം തന്നെ വരുന്നില്ല. പഥ്യം എന്ന് പറയുമ്പോൾ ഇത് കൂടാതെ ഇപ്പം ഞാൻ എൻ്റെ മെൻറ്ററായിട്ടുള്ള ഡോക്ടർ CP മാത്യു സാറിൻ്റെ ഒരു കൺസെപ്റ്റിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ക്യാൻസർ രോഗികൾക്ക് പൊതുവേ നിർദ്ദേശിക്കാറുള്ള കുറച്ച് കാര്യങ്ങൾ അത് കൂടാതെ ഉണ്ട് എന്നുള്ളതാണ്. പൊതുവേ പേഷ്യൻസ് ഒരു വെജിറ്റേറിയൻ ഡയറ്റ് കീപ്പ് ചെയ്യും, സ്വാത്വികമായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ, പൊതുവേ ടെൻഷനില്ലാത്ത, അല്ലെങ്കിൽ മൈൻഡ് കാമാവുന്ന തരത്തിലുള്ള ആഹാരങ്ങളും, അത് ദഹിക്കാൻ വളരെ ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള ആഹാര പദാർത്ഥങ്ങളും, അത് നമ്മുടെ വിശപ്പിനനുസരിച്ച് മാത്രം കഴിക്കുന്ന ഒരു രീതിയും, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരു ഡയറ്റും, നമ്മുടെ വയറ്റിനകത്തുള്ള ബാക്ടീരിയസിനെ നശിപ്പിക്കാത്ത തരത്തിലുള്ള ആഹാരങ്ങളും ഒക്കെ, പ്രത്യേകിച്ചും ചില ഔഷധങ്ങളൊക്കെ അതിൻ്റെ ഔഷധം എന്നുള്ള രീതിയിൽ ഔഷധ കഞ്ഞി പോലുള്ള സാധനങ്ങളൊക്കെ അതോടൊപ്പം തന്നെ നിർദ്ദേശിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ കീപ്പ് ചെയ്യുന്നത് എപ്പോഴും പേഷ്യൻസിൻ്റെ, അല്ലെങ്കിൽ ആ രോഗത്തെ ശമിപ്പിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഈ പറയുന്ന പഥ്യാചരണം നൽകുന്നത് എന്നുള്ളതാണ്. അല്ലാതെ എല്ലാ കണ്ടീഷനിലും ഒന്നും ഒരു ഭിഷഗ്വരനും ഒരു രോഗിക്ക് കടുംപഥ്യത്തിലോട്ടോ അങ്ങനെ കഷ്ടപ്പെട്ട് പഥ്യം നടത്തി കൊടുക്കേണ്ടതായിട്ടുള്ള ഔഷധങ്ങളൊന്നും വരുന്നില്ല. പ്രത്യേകിച്ചും ഈ പറയുന്ന പോലെ ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഡിസീസിൽ ഉറപ്പായിട്ടും അത്തരത്തിലുള്ള ഔഷധങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് തീർച്ചയായിട്ടും പാലിക്കേണ്ടതുമാണ്. അടുത്ത ചോദ്യം എന്ന് വെച്ചാൽ, നമുക്ക് ഈ സിദ്ധ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു രോഗി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ എത്ര ടൈം എടുക്കും ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ക്യൂറോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മാനേജബിൾ ആ ഒരു ലെവലിൽ എത്താൻ വേണ്ടിയിട്ട് എത്ര ടൈം എടുക്കും നമ്മൾ സിദ്ധ ട്രീറ്റ്മെൻറ്റ്? ഇപ്പോൾ സിദ്ധ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയിൽ നമുക്ക് ഒരു ക്യാൻസർ രോഗിക്ക് അവരുടെ സിംറ്റംസ് അലിവേറ്റ് ചെയ്യാനായിട്ട് എത്രത്തോളം സമയമെടുക്കും, അതെ, അല്ലെങ്കിൽ അത് അവൻ്റെ ബയോമാർക്കേഴ്സിൽ അത് കാണാനായിട്ട്, അതിൻ്റെ പ്രോഗ്നോസിസിൽ രോഗം കുറഞ്ഞു വരുന്നത് കാണാനായിട്ട് എത്രത്തോളം സമയമെടുക്കും എന്നുള്ളതാണ് ചോദിച്ചത്. പൊതുവേ ഞാൻ പറഞ്ഞു, നമുക്കതിനെ പൊതുവെ രണ്ടായിട്ട് തരംതിരിക്കാം. തെറാപ്യൂട്ടിക് ആയിട്ടുള്ള മെഡിസിൻസും ഉണ്ട്, ഇമ്മ്യൂണോ മോഡുലേറ്ററി ആയിട്ട് കൊടുക്കുന്ന മെഡിസിൻസും ഉണ്ട്. തെറാപ്യൂട്ടിക് ആയിട്ട് കൊടുക്കുന്ന മെഡിസിൻസിലൊക്കെ വളരെ പെട്ടെന്ന് തന്നെ, ചിലപ്പം ആഴ്ചകൾ കൊണ്ട് തന്നെ വളരെ മികച്ച രീതിയിലുള്ള വ്യത്യാസം കണ്ടെത്താനായിട്ട്, ഇപ്പോൾ അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാലിയേറ്റീവ് ഓൺകോളജിയിലേക്ക് മാറ്റപ്പെട്ട ടെർമിനലായിട്ടുള്ള പേഷ്യൻസിൽ പോലും വളരെ പെട്ടെന്ന് തന്നെ അവരുടെ ബയോമാർക്കേഴ്സിലൊക്കെ വ്യത്യാസം കണ്ടെത്താനായിട്ട് സാധിക്കാറുണ്ട്. അത് ഇത്തരത്തിലുള്ള തെറാപ്യൂട്ടിക് ആയിട്ടുള്ള ഒരുപക്ഷെ പഥ്യമൊക്കെ പിടിച്ചിട്ട് കഴിക്കുന്ന ഔഷധങ്ങളിലൊക്കെ വളരെ പെട്ടെന്ന് ഫലസിദ്ധി കിട്ടാറുണ്ട്. പിന്നെ എത്രത്തോളം കാലം ഇത് കഴിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ തെറാപ്യൂട്ടിക് ആയിട്ടുള്ള മെഡിസിൻസ് എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതിയല്ല ഉള്ളത്. ഞാൻ പറഞ്ഞത് ഒരു ഷിഫ്റ്റ് ചെയ്യുന്ന രീതിയിൽ തെറാപ്യൂട്ടിക് ആയിട്ടുള്ള ഒരു മെഡിസിൻ ആ ഒരു മൊഡാലിറ്റി മാറ്റിയ ശേഷം പെട്ടെന്ന് തന്നെ ഇമ്മ്യൂണോ മോഡുലേറ്ററി ആയിട്ടുള്ള മെഡിസിൻസിലേക്ക് കിടക്കുകയും അത് സ്റ്റേബിളായിട്ട് ചിലപ്പോൾ വർഷങ്ങളോളം തന്നെ ഇമ്മ്യൂണോ മോഡുലേറ്ററി ആയിട്ടുള്ള മെഡിസിൻസ് കൊടുക്കുകയും ചെയ്തു വരുന്നത് കാണാറുണ്ട്. അത് 10-16 വർഷമൊക്കെ ഇപ്പം ഒരു യൂറിനറി ബ്ലാഡർ പേഷ്യൻറ്റിന് എൻ്റെ മെൻറ്ററായിട്ടുള്ള ഡോക്ടർ മാത്യു സാർ ടെർമിനലി ഇല്ലായിട്ടുള്ള ഒരു പേഷ്യൻ്റാണ്. ഞാൻ പറഞ്ഞ ഒരു യൂറിനറി ബ്ലാഡറിൽ വന്നിട്ടുള്ള ഒരു CAയിൽ
ആദ്യം ഒരു തെറാപ്യൂട്ടിക് ആയിട്ടുള്ള ഒരു മെഡിസിനിലേക്ക് പോവുകയും ആ രോഗം റിലാപ്സായി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഭേദപ്പെട്ടു എന്ന ഒരവസ്ഥയിലേക്ക് വരികയും എൻ്റെ മെൻറ്ററായിട്ടുള്ള ഡോക്ടർ CP മാത്യു സാറ് യൂണറി ബ്ലാഡർ CA ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റിന്, അതും ടെർമിനലി ഇല്ലായിട്ടുള്ള ഒരു പേഷ്യൻറ്റിന് തെറാപ്യൂട്ടിക് ആയിട്ടുള്ള സിദ്ധ മെഡിസിൻസ് കൊടുക്കുകയും വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു പേഷ്യൻറ്റിനെ റെമിഷൻ സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നതിന്, അതായത് രോഗം സിംറ്റംസ് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതിനും ബയോമാർക്കേഴ്സ് എല്ലാം തന്നെ നോർമലാക്കി കൊണ്ടുവരുന്നതിനും 16 വർഷത്തോളം ആ ഒരു പേഷ്യൻറ്റ് ഇമ്മ്യൂണോ മോഡുലേറ്ററി ആയിട്ടുള്ള മെഡിസിൻസിൻ്റെ ആ ഒരു രീതിയിൽ സ്റ്റേബിളായിട്ട് തന്നെ കൊണ്ടുപോയി ആ രോഗം ഒരിക്കലും റിലാപ്സ് ആവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ്. തിരിച്ചു വന്നില്ല, ആ രോഗം വരാതിരിക്കും. പിന്നീട് അദ്ദേഹം മരിച്ചു പോകുന്നത് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ആണ് 16 വർഷത്തിന് ശേഷം. അപ്പോൾ അത്രത്തോളം ഇഫക്റ്റീവ്നെസ് ഈ സിദ്ധ മെഡിസിൻസ് കൊണ്ട് തെറാപ്യൂട്ടിക് ആയിട്ടുള്ള ഒരു മൊഡാലിറ്റിയിൽ കിട്ടുന്നുണ്ടെന്നുള്ളതും, അതോടൊപ്പം തന്നെ മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്ത് പോകേണ്ട കേസുകളിൽ, എല്ലാ കേസുകളിലും കൊടുക്കണമെന്നില്ല, കൊണ്ടുപോകുന്ന കേസുകളിൽ ഇമ്മ്യൂണോ മോഡുലേറ്ററി ആയിട്ടുള്ള മെഡിസിൻസ് ചിലപ്പോൾ മാസങ്ങളോളോ വർഷങ്ങളോളോ കൊടുക്കുന്ന കേസുകളും കാണാറുണ്ട്. ചിലപ്പോൾ 1-2 വർഷം കൊണ്ട് തന്നെ അത് നിർത്തിയാലും വേറെ ഇഷ്യൂസിലേക്ക് പോകാറില്ല. ആ ഒരു ആളിൻ്റെ ഹെൽത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അതിൻ്റെ ആ ഒരു ഫിസിഷ്യൻ അത് നിർണ്ണയിക്കുക. പിന്നെ അടുത്തൊരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരാൾ ഇപ്പോൾ കീമോതെറാപ്പി ഇതുപോലെ അലോപ്പതി ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടിരിക്കുന്നു വിചാരിച്ചു. അപ്പോൾ അവർക്ക് നമുക്കിപ്പോൾ സിദ്ധ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് യൂസ് ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് ഇപ്പോൾ കോമൺ ആളുകൾക്ക് ഡൗട്ടുണ്ടോ അതിനെക്കുറിച്ചിട്ട്? അതിൻ്റെ മറുപടി തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് നമുക്ക് ഒരു കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ മെഡിസിൻ കൊടുത്താൽ ഒരു പക്ഷേ പറയുന്ന കൺവെൻഷണൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ റിസൾട്ട് ഒരു 2Hോ 3Hോ ഒക്കെ ആക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അതിൻ്റെ ഒരു ഇഫക്റ്റീവ്നെസ് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതിനകത്തുള്ളൊരു പ്രധാനപ്പെട്ട കടമ്പ എന്ന് പറയുന്നത് ഡോക്ടർ CP മാത്യു സാറിനെ പോലുള്ള ചികിത്സകർ ഈ മേഖലയിൽ കുറവാണ് എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ചും സഹകരണ മനോഭാവത്തോടുകൂടി ഇൻ്റഗ്രേറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഈ മേഖലയിൽ കൊണ്ടുവരാനായിട്ട് സാധിച്ചാൽ ഡോക്ടർ CP മാത്യു സാറിനെ പോലെയും ഡോക്ടർ CN ദൈവനായക സാറിനെ പോലെയും ഒക്കെ ഉള്ള ഫിസിഷ്യൻസ് കൂടുതലായിട്ട് ഈ മേഖലയിൽ ഇത്തരത്തിലുള്ള പഠനങ്ങൾക്ക് മുന്നോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഭാവി, പ്രത്യേകിച്ചും ക്യാൻസർ ചികിത്സയുടെ ഭാവി എന്ന് പറയുന്നത് ഒരു ഇൻ്റഗ്രേറ്റീവ് അപ്രോച്ചിലേക്ക്, അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റീവ് ഓൺകോളജിയിലേക്ക് ഇന്ന് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന, വളരെയധികം പഠനങ്ങൾക്ക് വിധേയമാകുന്ന ഒരു മേഖലയാണ് ഇൻ്റഗ്രേറ്റീവ് ഓൺകോളജി എന്ന് പറയുന്നത്. ആ ഒരു മേഖലയിലേക്ക് നമ്മുടെ സിസ്റ്റത്തെ കൊണ്ടെത്തിക്കാനായിട്ട് ഗവൺമെൻറ് തലത്തിലുള്ള പോളിസികൾ ഷിഫ്റ്റ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ക്യാൻസർ മേഖലയിലെ, ക്യാൻസർ ചികിത്സാ മേഖലയിലെ, അല്ലെങ്കിൽ അതിൻ്റെ ക്യാൻസർ ചികിത്സാ മേഖലയിൽ സംഭവിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും. അത്തരത്തിലുള്ള ഒരു ഇപ്പം സിദ്ധ മാത്രമാക്കണ്ട, സിദ്ധയോടൊപ്പം തന്നെ ആയുർവേദത്തിനും യുനാനി മെഡിസിനും ഒക്കെ, ഹോമിയോ മെഡിസിനും ഒക്കെ അതിൻ്റേതായിട്ടുള്ള ഭാഗങ്ങൾ ക്യാൻസർ ചികിത്സയിൽ വളരെ ഫലപ്രദമായിട്ട് ചെയ്യുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഇൻ്റഗ്രേറ്റീവ് അപ്രോച്ച് എന്നുള്ള നിലയിൽ കൺവെൻഷണൽ ആയിട്ടുള്ള മൊഡാലിറ്റിയോടൊപ്പം തന്നെ ആയുഷിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി വളർന്നു വരണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു മൊഡാലിറ്റി, ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി ഒരു പോളിസി ലെവലിൽ തന്നെ വരട്ടെ എന്ന് ആഗ്രഹിക്കുക.